നിങ്ങളൊരു സ്പെഷ്യൽ ഉണ്ടാക്കി തരുമോ? സ്പെഷ്യലോ? ബിരിയാണി പോലെ. ബിരിയാണി പോലെയോ? ഫിഷിന്റെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരാം. ഓക്കെ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫ് ഉണ്ട്, ഷെഫ് പില്ല. പുള്ളി ഉണ്ടല്ലോ യു കെ ലണ്ടൻ അവിടെയൊക്കെ പോയിട്ടുണ്ടല്ലോ. കോമ്പറ്റീഷനിൽ പ്രൈസൊക്കെ കിട്ടി. ആദ്യത്തെ മലയാളിയൊക്കെയാണ്. ഭയങ്കര ഫേമസ് ആണ്. പുള്ളിയുടെ ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര VIP ആൾക്കാരൊക്കെ അവിടെ വരിക. അറിയാം നിങ്ങൾക്ക്? പുള്ളിക്ക് നാട്ടിലും ബാംഗ്ലൂരിലും ഒക്കെ നിറയെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അച്ഛങ്ങനെ അങ്ങനെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് കണ്ടതാ. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കിയാലോ? ഫിഷ് നിർവാൺ എന്ന് അറിയാം. നിർവാൺ ഫിഷ് നിർവാൺ. ഓക്കെ, നമുക്ക് അത് ഉണ്ടാക്കിയാലോ? ആണോ ഐറ്റത്തിന്റെ പേരോ? ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? എന്നാ പിന്നെ ഓക്കെ, അച്ഛൻ പോയിട്ടേ നല്ല കരിമീൻ വാങ്ങിയിട്ട് വരാം. ഓക്കെ, പറയും നമുക്ക് കരിമീനാണ് പുള്ളിയുടെ സ്പെഷ്യൽ. കരിമീനെ തന്നെ ചെയ്യണം നമുക്ക്. ഓക്കെ ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. മോൾട്ടി പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യലായിട്ട് നമുക്ക് എന്തായാലും ഇന്ന് ട്രൈ ചെയ്യാൻ പോണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. നമ്മുടെ ഷെഫ് പിള്ളയുടെ പുതിയ ഫേമസ് ആയിട്ടുള്ള പഴയൊരു ഐറ്റമാണ്. എന്തായാലും നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്തായാലും അതൊന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല ബെൽ ബട്ടണും കൂടെ അമർത്തണം. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു 2 കരിമീൻ ഇടുന്നുണ്ട്. അത് നല്ല കല്ലുപ്പെട്ടിട്ടുണ്ടല്ലോ, നല്ല ഒരച്ചൊന്ന് കഴുകി വൃത്തിയാക്കാൻ പോകണം. നമ്മൾ നിർവ്വാണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഓക്കെ, അതുപോലെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ലെമണിൻ്റെ ജ്യൂസ്, 1 ലെമണാണ്. ഓക്കെ, ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മുടെ മസാല റെഡി ആയിട്ട് നമ്മളിതിനെ ഫിഷിലൊന്ന് വരച്ച് കയറ്റാം. ഇതിൽ വേണമെങ്കിൽ കറുവപ്പൻ്റെ ഇല ചതച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ വരച്ച് വെച്ച ഫിഷിൽ നല്ല രീതിയിലുണ്ടല്ലോ നമ്മുടെ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റിന് വയ്ക്കണം. അപ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഫിഷിനെ ഒന്ന് പൊള്ളിച്ചെടുക്കാൻ പോകണം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. നമ്മൾ ഗ്രില്ലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ലിൽ വെച്ച് ചെയ്തെടുക്കാമെന്നാണ്. നമ്മളിപ്പോൾ തേങ്ങ എണ്ണയിലാണ് ഇത് മുഴുവൻ ചെയ്യേണ്ടത്. നമ്മൾ തേങ്ങ എണ്ണയിലാണ് കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് തേങ്ങ എണ്ണ ഒഴിച്ച് അതിൻ്റെ മേലെ കുറച്ച് കറുവപ്പൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഒരു 15 മിനിറ്റ് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഫിഷ് മസാല വെച്ചിട്ടുള്ള ഫിഷിനെ, ഇതാ കരിമീൻ ഒന്ന് ഇളം ചൂടിൽ നന്നായിട്ടൊന്ന് പൊള്ളിച്ചാണ്ടെടുക്കണം ആദ്യം. അപ്പം നമ്മുടെ മീനെ ഗ്രിൽ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണ്. ഒരു മൺചട്ടിയിൽ നല്ല വാഴയില വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് നല്ല നമ്മുടെ തേങ്ങ എണ്ണ, ഇത് കട്ടിയായിട്ടുണ്ട് തേങ്ങ എണ്ണ. ഓക്കെ, കുറച്ച് തേങ്ങ എണ്ണ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഉരുകല്ലേ, അത് കട്ട് ചെയ്ത് തരണം, ഉരുകുന്നില്ല. ആൾക്കാർ വിചാരിക്കുന്നത് ഐസാണോ എന്നുള്ളത്. ശരിക്കും തേങ്ങ എണ്ണയാണ്, ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കും. ഇതിലോട്ട് കുറച്ച് കറുവപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ പൊള്ളിച്ച് വെച്ചിട്ടുള്ള ഫിഷ് ശരിക്കും ഇറക്കി കൊടുക്കുക. ഓക്കെ, ഇറക്കി കൊടുത്തിട്ട് നമ്മൾ 1 കപ്പ് പാല്, നല്ല കട്ടി പാല്, 1-ാം പാലാണേ, തേങ്ങാപ്പാലാണ്, അതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക.
പാലകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് ഇഞ്ചി നല്ല നൈസായിട്ട് വെട്ടിയതാണ്. ഓക്കെ, കുറച്ച് തേങ്ങ ചെറുതായിട്ട് നൈസായിട്ട് കൊത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് മെയിനായിട്ടുള്ള വേറൊരു സാധനമുണ്ട്, നമ്മളെ കുരുമുളക്. നമ്മളിത് വറുത്തരച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് അതുകൂടെ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് തിളച്ച് മിക്സായി വരണം. കുറച്ച് കറുവപ്പിൻ്റെ ഇലയും കൂടെ മേലെ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ പാലൊക്കെ, തേങ്ങാപ്പാൽ മുഴുവൻ നമ്മുടെ ഫിഷിലോട്ട് അങ്ങോട്ട് പിടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഷെഫ് പിള്ളയുടെ എന്താണ് ഫിഷ് നിർവ്വാണ ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും നമ്മളൊരു പ്രത്യേകത എന്താ ചെയ്യുന്നറിയോ, എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഞാൻ ഈ ഇടയിൽ യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ്, പുള്ളി ഷെഫ് പിള്ളയുടെ കടയിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി എന്ന് പറഞ്ഞു. കാര്യം സത്യം ഉണ്ടാ. കാര്യം എന്തറിയോ, നമ്മളിതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിന്ന് മേടിച്ചത് 2 കരിമീൻ 22 റിയാല്, ഏകദേശം നാട്ടിലൊരു 500 രൂപ. പിന്നെ ഇല, ഈ ഇലയുണ്ടല്ലോ ഇവിടെ കിട്ടണമെങ്കിൽ 6 റിയാല്, 6 ദിറംസ്, ഏകദേശം ഒരു 100-120 രൂപയോളമായി. 10 പിന്നെ മല്ലി, കറുപ്പ്, തേങ്ങ, അത് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടല്ലോ 1700 രൂപ സാധനത്തിന് മാത്രം വേണം. അപ്പോൾ പിന്നെ പുള്ളി ഷോപ്പ് ഇട്ടിട്ട് പുള്ളി ഒരു 600 രൂപ 500 രൂപ മേടിക്കേണ്ടി പറഞ്ഞിട്ട് അതിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് തോന്നുന്നത്. എനിവേ, എന്തായാലും നമ്മളിത് കഴിച്ചു നോക്കാൻ പോകുന്നു. ഓക്കെ, മോൾട്ടി ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല മണം വരുന്നുണ്ട് എന്തായാലും കേട്ടോ. സാധനം ഗംഭീരമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇതിങ്ങനെ എടുക്കുക. നമുക്ക് ഇതാ ഇത് നോക്കി, ആ തേങ്ങാപ്പാലും ഇതൊക്കെ കൂടെ ഉണ്ടോ, മീറ്റ് ചൂടിങ്ങനെ ഊത. എന്നാ കഴിച്ചോ. സൂപ്പറാ, ഞാൻ കഴിച്ചോടാ. സാധനം ഗംഭീരം കേട്ടോ, പറയണ പോലെ ഒന്നുമല്ല. എന്തായാലും പുള്ളിയുടെ റെസിപ്പി നമുക്കൊക്കെ പറഞ്ഞു തന്ന കാരണം നമുക്കൊക്കെ ഇത് ട്രൈ ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വീട്ടിലുണ്ടാക്കി നോക്കുക. എന്തായാലും പുള്ളിയുടെ കടയിൽ പോയി കഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് പുള്ളി എന്തായാലും റെസിപ്പി നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ട്, കാരണം നമ്മളിത് ക്ലോസ് ചെയ്യാൻ തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ബൈ. നമുക്ക് മീറ്റൊക്കെ കണ്ടോ, നോക്കി ആ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് അടിപൊളി സെറ്റപ്പ് ഇല്ലേ മുത്തേ. പിന്നല്ലേ ഈ വീഡിയോ ഇഷ്ടമായാറില്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അടിക്കുക. അത് നിർബന്ധമാണ് കേട്ടോ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പോയി. മോൾട്ടീന്റെ കണ്ടീഷനാണ് അതില്. ഓക്കെ അല്ല മോൾട്ടി, നമുക്ക് ഇത് അടിച്ചു തീർക്കാം അല്ലേ. ബൈ 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 ബൈ, see you tomorrow. ഓക്കെ മോൾട്ടി, മോൾട്ടി നോക്കടി, അങ്ങനെ വന്ന് സൂപ്പറായിട്ട് വന്നു. പൊള്ളുന്നു. പ്ലേറ്റ് കൊണ്ടാ